ഇപ്പോൾ എൻ എം രാജു പറയുന്നത് തന്ത്രിയുമായി ഒരു ബന്ധമില്ല എന്നാണ്. അതേസമയം ആന്റോ ആന്റണി എംപിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇ ഡി നടപടി നേരിട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ, അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്താണ്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഈ പത്തനംതിട്ട തിരുവല്ലയിൽ പ്രവർത്തിച്ചിരുന്ന നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ ഉടമ എൻ എം രാജുവാണ് ഇപ്പോൾ ആന്റോ ആന്റണി എംപിക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടത്തിൽ ആന്റോ ആന്റണി എംപിക്ക് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുകയും അദ്ദേഹത്തിന്റെ ഭാര്യയും ഓഫീസിൽ എത്തുകയും തങ്ങളെ സഹായിക്കണമെന്നും സാമ്പത്തികമായി സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയുണ്ടായി. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹമായുള്ള ഒരു അടുപ്പം വെച്ച് 2 കോടി രൂപ യാതൊരു ഈടും മേടിക്കാതെ അദ്ദേഹത്തിന് 2 കോടി രൂപ വായ്പ നൽകി. ഈ 2 കോടി രൂപ വായ്പ നൽകിയത് 2 മാസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കാവുന്ന ഒരു വ്യവസ്ഥയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ 2 മാസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കുക ചെയ്തതെന്ന് മാത്രമല്ല, ഇപ്പോൾ 7 വർഷമായിട്ടും ഈ തുക തിരിച്ചടച്ചിട്ടില്ല. ഇവർക്ക് ഈ കമ്പനിക്ക് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായൊരു സമയത്ത് ആന്റോ ആന്റണിയെ സമീപിക്കുകയും ഈ തുക തിരിച്ചടയ്ക്കണമെന്ന് അവർ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ഈ നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ ഉടമ എൻ എം രാജുവിന്റെ മകൾ തന്നെ ആന്റോ ആന്റണി എംപിയുടെ വീട്ടിലെത്തിക്കുകയും തങ്ങളെ സഹായിക്കണമെന്ന് പറയുകയും ചെയ്തു. ഇതേ തുടർന്ന് ആന്റോ ആന്റണി 2 ഘട്ടമായിട്ട് 10 ലക്ഷം രൂപ വീതം 2 ഘട്ടമായിട്ട് 20 ലക്ഷം രൂപയാണ് ഇതുവരെ തിരിച്ചടച്ചിരിക്കുന്നത്. ആന്റോ ആന്റണിക്ക് ഒരു പ്രതിസന്ധി സമയം ഉണ്ടായ സമയത്ത് തങ്ങളാണ് സഹായിച്ചതെന്നും തങ്ങൾക്കൊരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായപ്പോൾ തങ്ങളെ തിരിച്ചു സഹായിക്കേണ്ട ആന്റോ ആന്റണി ഒരു മനുഷ്യത്വ രഹിതമായിട്ടാണ് പെരുമാറിയതുമാണ് നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ ഉടമ എൻ എം രാജു പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ ഈ ഫിനാൻസ് സ്ഥാപനത്തിനെതിരെ ഒരു ആരോപണം ഉയർന്നിരുന്നു. അതായത് തന്ത്രിയുടെ ഒരു 2 കോടി രൂപ ഈ സാമ്പത്തിക സ്ഥാപനത്തിൽ നിക്ഷേപമുണ്ടെന്നാണ്. അതും അദ്ദേഹം നിഷേധിച്ചിരിക്കുകയാണ്. തന്ത്രിയുമായും യാതൊരു വ്യാപാര നിക്ഷേപപരമായിട്ടോ യാതൊരു ഒരു ബന്ധമില്ലെന്നും അദ്ദേഹത്തിന്റെ ഒരു നിക്ഷേപം തങ്ങളുടെ സ്ഥാപനത്തിൽ ഇല്ലെന്നും ഈ ആരോപണം തികച്ചും വ്യാജമാണെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഡിൽന അനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകുമ്പോഴും ആന്റോ ആന്റണിക്കെതിരെ ഗുരുതര ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ ആന്റോ ആന്റണി 2 കോടി രൂപ തന്റെ കമ്പനിയിൽ നിന്ന് വായ്പ എടുത്തു എന്നും എന്നാൽ ഇത് തിരിച്ചടച്ചിട്ടില്ല എന്നും ഉള്ള ഗുരുതര ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ആ വാക്കുകളിലേക്ക് കൂടി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആന്റോ ആന്റണി അവരുടെ ക്യാമ്പയിനിങ് വളരെ സ്ട്രഗിൾ ചെയ്യുന്നു. മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവരുദ്ദേശിച്ച ഫണ്ട് അവർക്ക് വന്നില്ല. അതുകൊണ്ട് സഹായിക്കണം എന്ന് പറഞ്ഞ് ആ ക്യാമ്പയിനിങ്ങിന്റെ വിവിധ ഘട്ടങ്ങളിലായിട്ട് 2 കോടി രൂപ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് അദ്ദേഹം വായ്പയായിട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രതിസന്ധി വന്ന ഘട്ടത്തിൽ എൻ്റെ മകളടക്കം അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് അങ്കിളെ എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളിപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഈ വായ്പ തിരിച്ചു തരാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല. 2 പ്രാവശ്യമായിട്ട് 10 20 ലക്ഷം രൂപ മാത്രമേ അദ്ദേഹം തിരികെ തന്നിട്ടുള്ളൂ. ബാക്കി പണം ആന്റോ ഇന്ന് വരെ തിരികെ തന്നിട്ടില്ല. രീതിയിൽ ഗുരുതരമായ ആരോപണമാണ് ആന്റോ ആന്റണി എംപിക്കെതിരെ അദ്ദേഹം ഉന്നയിക്കുന്നത്. അനീഷ് ദേവസ്യാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.